വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് വിജയകുമാർ നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പറ്റയിലാണ്. കൽപ്പറ്റയിൽ മാത്രമല്ല പല ഭാഗത്തും ഇതുപോലെ സമാനമായ രീതിയിൽ തന്നെ കൊട്ടിക്കലാശം അരങ്ങേറുകയാണ്. കൽപ്പറ്റയിൽ ചുങ്കം ജംഗ്ഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ, അതോടൊപ്പം തന്നെ മുന്നണി പ്രവർത്തകർ അവരെല്ലാം കൂടി നിൽക്കുന്നു. അപ്പുറത്ത് BJPയുടെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് BJP NDA ഈ ഇത്തരത്തിൽ കൊട്ടിക്കലാശം നടക്കുന്നത്. തൊട്ടപ്പുറത്ത് പുതിയ ബസ് സ്റ്റാൻഡിന്റെ അതിന്റെ ഭാഗത്താണ് ഈ UDFന്റെ പ്രകടനം നടക്കുന്നത്. എന്തായാലും വളരെ വീറുറ്റ തെരഞ്ഞെടുപ്പ് പ്രചാരണം. ആ പ്രചാരണത്തിനൊടുവിൽ എന്താകും സംഭവിക്കുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ വിവിധ വിഷയങ്ങൾ ഉയർന്നു വന്ന പ്രചാരണ രംഗമായിരുന്നു. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം തന്നെ സ്ഥാനാർത്ഥികളാണ്. LDFന്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ആളുകളെയാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത്. ഇവരുടെ ആത്മവിശ്വാസം സംബന്ധിച്ച് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, എത്രമാത്രമുണ്ട് ആത്മവിശ്വാസം? തീർച്ചയായും ജയിക്കുമെന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും ജയിക്കാൻ പോവുകയാണ്. ഞാൻ 10ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. അവിടെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനങ്ങൾ എന്നോടൊപ്പം തന്നെയുണ്ട്. പ്രചാരണം ഏത് ഡിവിഷനിൽ മത്സരിക്കും? 21ാം വാർഡ്. എന്തായാലും ഞങ്ങൾ ഇപ്രാവശ്യം പിടിച്ചെടുത്തിരിക്കും ഞങ്ങളെ വാർഡ്. നേരത്തെ UDFന്റെ കയ്യിലില്ല. എത്രമാത്രമുണ്ട് ആത്മവിശ്വാസം? ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്നുള്ള 100% ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് UDFന്റെ കയ്യിലുള്ള വാർഡാണ്. തീർച്ചയായും ഈ വർഷം പിടിച്ചെടുക്കാൻ കഴിയുന്ന തന്നെയാണ്. അതിനുള്ള അനുകൂല സാഹചര്യമാണ് നമ്മുടെ വാർഡിലുള്ളത്. വളരെ ആത്മവിശ്വാസത്തിലാണ്. എന്തായാലും കൽപ്പറ്റയെ സംബന്ധിച്ചിടത്തോളം കൽപ്പറ്റ UDFന്റെ കയ്യിലാണ്. അത് പിടിച്ചെടുക്കുമെന്നുള്ളതാണ് ഇടതുമുന്നണിയുടെ അവകാശവാദം. സമാനമായ രീതിയിൽ തന്നെ വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ച്, അതായത് ഈ മാനന്തവാടി എന്ന് പറയുമ്പോൾ അത് ആ നഗരസഭ UDFന്റെ കീഴിലാണ്. പ്രധാനമായും 3 നഗരസഭകളിൽ 2 നഗരസഭകളും UDFന്റെ കീഴിലാണ് എന്നുള്ളതാണ്. അതിൽ ഈ ബത്തേരി നഗരസഭ മാത്രമാണ് LDFന് ഉള്ളത്. ഇത് പിടിച്ചെടുക്കാവുന്ന രീതിയിലേക്ക്, കൽപ്പറ്റ പിടിച്ചെടുക്കാവുന്ന രീതിയിലേക്കുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവകാശവാദം.